ഏറ്റുമാനൂർ ഷൈനിയുടെ മരണം മൊത്തത്തിൽ ഞെട്ടലോടെ കേട്ട ഒരു വാർത്തയാണ്. ഷൈനി 2 മക്കളെയും കൊണ്ട് ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തത്. അതുപോലെ കോട്ടയം ഏറ്റുമാനൂർ പള്ളിക്കുന്നിൽ ജിസ്മോള് 2 പിഞ്ചു കുഞ്ഞുങ്ങളെയും കൊണ്ട് എടുത്തുകൊണ്ട് പോയി കടവിലേക്ക് ചാടി മരിച്ച് ആത്മഹത്യ ചെയ്ത്. ആ കുട്ടികളെന്ന് പറഞ്ഞാൽ 5 വയസ്സുകാരി നേഹ, 2 വയസ്സുള്ള നോറ എന്ന് പറയുന്ന 2 പൊന്നോമന മക്കൾ. ആ മക്കൾ എന്തോന്ന് ചെയ്ത്? ജിസ്മോക്ക് ജീവിക്കാനൊക്കെ കൊണ്ട് ഇഷ്ടം പോലെ കണ്ടമാനം ആസ്തിയുള്ള ഒരു കുടുംബമായിരുന്നു ജിസ്മോള്. ജിമ്മി എന്ന് പറയുന്ന അയാൾക്ക് സ്വന്തമായിട്ട് ബസ്. അപ്പം 2 പേർക്കും, ഈ ജിമ്മിക്കും ജിസ്മോക്കും ജീവിക്കാനുള്ള വക അവിടെ ഉണ്ടായിരുന്നു. അപ്പം ഈ ജിസ്മോള് എന്തിനാണ് ഈ കടുംകൈ ചെയ്തത് എന്ന് ഇതുവരെ ആർക്കും മനസ്സിലായിട്ടില്ല. ഈ മരിക്കണേൻ്റെ അന്ന് രാവിലെ തന്നെ, ഇത് 11:30 മണിക്കാണ് ഈ ജിസ്മോള് കടവിലേക്ക് ബൈക്കും എടുത്തും കൊണ്ട് ഈ 2 കുട്ടികളെ ഇരുത്തി പോകുന്നത്. അവിടെ ചെന്നിട്ട് എടുത്ത് ചാടുകയും അന്ന് രാവിലെ തന്നെ ആത്മഹത്യ ചെയ്യാനുള്ള വേറെയും ശ്രമങ്ങൾ വീട്ടിൽ നടത്തിയിരുന്നു. വീട്ടിലെ വേലക്കാരി എന്നത്തെയും പോലെ ജോലിക്ക് വീട്ടിൽ വന്നിട്ട് ജിസ്മോളെ വിളിക്കുന്നുണ്ട്. വിളിച്ചപ്പോൾ കുളിമുറിയിൽ നിന്ന് കുളിക്കണമെന്ന് പറഞ്ഞ് ഇന്ന് ജോലിക്ക് വരണ്ട എന്ന കാര്യവും പറഞ്ഞ് ജോലിക്കാരി മടങ്ങിപ്പോവുകയും ചെയ്തു. പക്ഷേ ഇത് ആത്മഹത്യ ചെയ്യാനാണ് എന്ന് ആ വേലക്കാരി അറിയുന്നില്ല. അതാണ് അവിടെ നടന്നത്. ജിസ്മോൾ എന്തോ ഇത് ആദ്യം ഫാനിൽ തൂങ്ങാനുള്ള ശ്രമം നടത്തി. കീടനാശിനി എന്ന് പറയുന്നത്, ഇനി കീടനാശിനി എന്ന് പറയുമ്പോൾ ഇനി അറിയാൻ വയ്യ, ബാത്റൂമിൽ ടോയ്ലറ്റൊക്കെ കഴുകാൻ വെച്ചിരിക്കുന്ന എന്തെങ്കിലും ആയിരിക്കും. ചിലപ്പം വല്ല ലോഷനോ ഹാർപ്പിക്കോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ഈ കുട്ടിയൊക്കെ അങ്ങോട്ടേക്ക് കലക്കി കൊടുത്തെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അതുപോലെ ജിസ്മോള് കൈ ഞരമ്പ് മുറിച്ച് അവിടെയൊക്കെ ബ്ലഡും അങ്ങനെയൊക്കെ കിടക്കുന്നെന്ന് പറയണം. അപ്പം ആത്മഹത്യ ചെയ്യാനായിട്ട് വീട്ടിൽ വെച്ച് തന്നെ ശ്രമങ്ങൾ നടത്തിയെങ്കിലും ചിലപ്പോൾ ഒരു പക്ഷേ മരിച്ചില്ലെങ്കിലോ എന്ന് വിചാരിച്ചു കൊണ്ടായിരിക്കും ഈ 2 കുട്ടികളെയും കൊണ്ട് നദിയിൽ ചാടാനായിട്ട് പോയത്. ഈ ജിമ്മി എന്ന് പറയുന്ന ഈ ജിസ്മോളെ ഭർത്താവ് അവിടെ ഇല്ലായിരുന്നു, അമ്മയും കൊണ്ട് ഹോസ്പിറ്റലിലായിരുന്നു. അവിടെ താമസിക്കുന്നതോ ജിസ്മോളും 2 മക്കളും ഈ ജിമ്മീരെ അച്ഛനോ അമ്മയോ അങ്ങനെ അങ്ങാണ്ടേക്ക് ഉണ്ടായിരുന്നു. അതുപോലെ ജിമ്മി. അപ്പം 2 പേർക്കും നല്ലതുപോലെ ജീവിക്കാനുള്ള വരുമാനമുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് ഇത്രയും ഇതിങ്ങനെ ചെയ്തത്? ജീവിക്കാനില്ലാത്ത എത്രയോ പേരുണ്ട്. അവരാണ് വല്ലതും ചെയ്തെങ്കിൽ അത് ജീവിക്കാനില്ലാത്തത് കൊണ്ടാണ്, നിവർത്തികേട് കൊണ്ടാണ് എന്നെങ്കിലും പറയാം. ഇത് ഒരു അഡ്വക്കേറ്റാണ്. ബാക്കിയുള്ളവർക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ഇനിയും അങ്ങോട്ട് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട ഒരു കുട്ടിയാണ് ഈ ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്യണമെങ്കിൽ എന്തെങ്കിലും കാരണമില്ലാതെ അവിടെ ആത്മഹത്യ നടക്കൂല. കാരണം എന്ന് പറഞ്ഞാൽ ജീവിക്കാനുണ്ട്, ജോലിയുണ്ട്, ബുദ്ധിമുട്ടുകളൊന്നുമില്ല, വീട്ടിൽ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറയുന്നു. ജിസ്മോളെ അമ്മ വണ്ടി ആക്സിഡൻറ്റിൽ മരിച്ചു പോയെന്ന് പറയുന്നു. അതിൻ്റെ വിഷമങ്ങളൊക്കെ മുമ്പ് കാണുമായിരുന്നിട്ടുണ്ട്. എങ്കിൽ തന്നെ ഇപ്പം അങ്ങനെ അല്ല. ഈ കുട്ടിക്ക് ഇനി വേറെ എന്തെങ്കിലും മാനസിക പ്രയാസം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ അതിനി കണ്ടുപിടിക്കേണ്ടതാണ്. ഭർത്താവിൻ്റെ വീട്ടിൽ കഴിയുമ്പോൾ ചിലപ്പോൾ അവിടെ മാനസികമായിട്ട് പീഡനങ്ങൾ ഉണ്ടായിരിക്കാം, മാനസികമായിട്ട് തകരുന്ന വാക്കുകളോ അങ്ങനെ. എന്നിപ്പോൾ ഭർത്താവ് അവരെല്ലാവരും ഒരുമിച്ചായിരുന്നു എന്നും പറയുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വല്ലതും ആയിരുന്നോ, ഇനി ഭർത്താവുമായിട്ട് എന്തെങ്കിലും ഇതുണ്ടായിരുന്നോ എന്നൊന്നും അറിയാൻ പറ്റൂല. ഈ 2 കുട്ടികളെ എന്തിന് കൊലയ്ക്ക് കൊടുത്തെന്ന് വേണം. ഈ 2 കുട്ടികളെ എന്തിനു കൊന്ന്? അവർ എത്രയോ നാൾ അവർ ജീവിച്ചിരിക്കാനുള്ളതാണ്. ഈ കുട്ടികൾ ജീവിതം തുടങ്ങിയതല്ലേ ഉള്ളൂ. കഷ്ടം. ആ മരണത്തിലേക്കൊക്കെ പോകുമ്പോൾ ഈ മക്കൾക്ക് അറിഞ്ഞൂടായിരുന്നിട്ടുണ്ട് എൻ്റെ അമ്മ എന്നെ കൊല്ലാനാണ് കൊണ്ടുപോണേന്ന്. ഇതൊക്കെ ഒരു വല്ലാത്ത കഷ്ടമല്ലേ. ആ ഷൈനി തന്നെ ട്രെയിനിന് മുന്നിലെടുത്ത് ചാടുന്ന ആ ഇളയ കുട്ടി പിറകോട്ട് വലിക്കുന്നുണ്ട്. എന്നിട്ട് അതിന് മരിക്കാൻ പോകാൻ ഇഷ്ടമല്ല മരിക്കാൻ. എന്നിട്ട് ഈ 2 മക്കളെയും ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ട്രെയിനിന് മുന്നിൽ ഷൈനി ചാടിയത്. അതുപോലെയാണ് ഈ മക്കളെയും ചേർത്ത് പിടിച്ച്
ബൈക്കിലാണ്. ആ ബൈക്ക് വരെ ആ നദിയുടെ അടുത്ത് കിടക്കുന്നുണ്ട്, ആ കടവിൻ്റെ അടുത്ത് കിടക്കുന്നുണ്ട്. ഇത് ഈ 2 മക്കളെയും കൊണ്ട് പോയി. ഇത്രയും വിദ്യാഭ്യാസമുള്ള ഒരു കുട്ടി, ഇതേ കണക്ക് ജോലിയുള്ള കുട്ടി, ജീവിക്കാൻ അത്യാവശ്യമുണ്ട്. എന്തിനാണ് ഇത് ചെയ്തത്? ഒന്നും ജീവിക്കാനൊന്നും ഇല്ലായിരുന്നു എങ്കിൽ ശരിയാണ്, എനിക്കൊന്നും ജീവിക്കാനില്ല, മാനസികമായ പ്രയാസങ്ങളുണ്ട്, അല്ല ഇതൊന്നും ഇല്ല. 2 പേർക്കും നല്ല അത്യാവശ്യം ജോലിയുണ്ട്, ഇതൊക്കെ വരുമാനമൊക്കെ ഉള്ള വ്യക്തികളാണ് ഈ ചെയ്തിരിക്കുന്നത്. അഡ്വക്കേറ്റ് എന്നൊക്കെ പറയുമ്പോൾ അത് വല്ലാത്തൊരിതല്ലേ. ജോലിക്കാരി ചെന്ന് വിളിക്കുമ്പോൾ ഇത് ഈ കുട്ടി കുളിക്കുകയാണെന്ന് പറഞ്ഞ് ജോലിക്കാരി അങ്ങ് പോയി. ഇത് ഇങ്ങനെയൊന്നും സംഭവിക്കരുത്. ചിലപ്പോൾ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നിട്ടുണ്ട്, ഈ ഭർത്താവിൻ്റെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ വെളിയിൽ നിൽക്കുന്ന ഒരാളിന് കാണാൻ പറ്റൂല, അത് അകത്ത് ആ കുട്ടിക്ക്, അല്ലെങ്കിൽ ഇതിങ്ങനെ ചെയ്യൂല. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ജിസ്മോൾ ഇങ്ങനെ ചെയ്ത് കാണൂ എന്ന് എനിക്ക് 100% വിശ്വാസമുണ്ട്. എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ മാനസികമായിട്ടുള്ള പീഡനം കാണും അതിനകത്ത്. എത്രയോ സ്ഥലത്ത് നടക്കുന്നു. ഭർത്താവിൻ്റെ വീട്ടിൽ കല്യാണം കഴിച്ചു കൊണ്ടുപോകുമ്പം സ്വർണത്തിനെ ചൊല്ലി വഴക്കുണ്ട്. മക്കളായി കഴിയുമ്പം മക്കളെ കാര്യം പറഞ്ഞും കൊണ്ട് പ്രശ്നം നടക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും അടിയുണ്ടാവും, മക്കൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടാവും. പിന്നെ ഭാര്യയും ഭർത്താവും തങ്ങളിലുള്ള പ്രശ്നങ്ങൾ കാണാം. ആ കുട്ടിക്ക് എന്തെങ്കിലും മാനസികമായിട്ടുള്ള പ്രശ്നം ആ വീട്ടിൽ നേരിട്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ ജിസ്മോൾ അങ്ങനെ ചെയ്യൂ എന്നുള്ളത് 100% ഉറപ്പാണ്. ജിസ്മോള അച്ഛനും അവരൊക്കെ വെളിയിലാണ്. അവർ വന്ന് ഇനിയിപ്പോൾ കേസിൻ്റെ പിന്നാലെ പോകും. എന്ത് തന്നെയായാലും ഇത് അന്വേഷണം നല്ല രീതിക്ക് നടക്കും. ഇതെന്തുകൊണ്ടാണ് ഈ കുട്ടി ഇങ്ങനെ ആത്മഹത്യ ചെയ്തത് എന്നുള്ളത് അത് കണ്ടുപിടിക്കും. ഈ മക്കൾ, ആ പിഞ്ചു കുഞ്ഞുങ്ങൾ കഷ്ടം, അവരെന്ത് വേദനിച്ചിട്ടുണ്ട്. ആ വീട്ടിനകത്ത് തന്നെ ആത്മഹത്യ, ഇതിനെയൊക്കെ എന്തൊരു കീടനാശിനിയോ അങ്ങനെ എന്തൊക്കെയോ കൊടുക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ പറയുന്നുണ്ട്, ഇത് ആദ്യം ഷൈനീരെ കേസ് വന്നപ്പോൾ തന്നെ ആ 2 മക്കളെ കാര്യങ്ങളും എല്ലാം ഓർമ്മിച്ച് ആ ഉദ്യോഗസ്ഥന് പിന്നെ ഉറക്കമില്ല എന്നുള്ളതും, പോലീസിൻ്റെ മക്കൾ 2 പെൺമക്കളാണ്, അവരെ മുഖമാണ് ഓർമ്മ വരുന്നത്. ഈ കുട്ടികളെയൊക്കെ കാര്യം ഓർമ്മിച്ചിട്ട് ഒരേ ദിവസം ഇങ്ങനെയല്ലേ കേൾക്കുന്നത്. ഇങ്ങനെ കേൾക്കുമ്പോൾ അതിൻ്റേതായ ഒരു വിഷമങ്ങളുണ്ട്. പോലീസിനായിരുന്നാലും അവരിതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യില്ലേ. ട്രെയിൻ തട്ടി തന്നെ മരിച്ച് വാരി കൂട്ടി എടുത്ത് കൊണ്ടുപോകണത് ഈ പോലീസുമാരല്ലേ. അവർക്ക് തന്നെ അതിൻ്റേതായ ഒരു എപ്പോഴും ആ ചിന്ത മനസ്സിൽ കാണും. നിങ്ങൾ ഇങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങളുണ്ടെങ്കിൽ ഒന്നുകിൽ ആരെങ്കിലും അറിയിച്ച് അതെന്താണെന്ന് ചെയ്യണം. അല്ലാതെ മക്കളെ, ഈ കുഞ്ഞു മക്കളെ അവരെ കൂടി കൊലയ്ക്ക് കൊടുക്കും കണക്ക് കൊണ്ടുപോയി ആത്മഹത്യ ചെയ്യണത് അത് ശരിയായ കാര്യമില്ല. ജീവിക്കാനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെല്ലാം മാർഗങ്ങളുണ്ട്, അങ്ങ് പൊയ്ക്കൂടെ? അവിടെ നിന്ന് വേണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഒഴിഞ്ഞു പോവാം. നിങ്ങൾക്ക് ജീവിക്കാനുണ്ടല്ലോ, എങ്കിൽ പോയി ഒഴിഞ്ഞു പോയി വേറെ എവിടെയെങ്കിലും പോയി ജീവിച്ചൂടെ ഈ കുട്ടികളെയും കൊണ്ട്? ഇനി എന്ത് മാനസിക വിഷമം ചിലപ്പോൾ കാണും. ആർക്കും സംഭവിക്കാതിരിക്കട്ടെ. ഇനിയെങ്കിലും ഓരോരുത്തരും ശ്രദ്ധിക്കുക. ചുമ്മാ ഓരോ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ഉടനെ ആത്മഹത്യ ചെയ്യുന്നതൊന്നും ഒന്നിനും ഒരു പരിഹാരമല്ല.